this is the one I was personally looking forward to moderate and lead this conversation because I know Joseph from the very beginning, and he's a close family friend of mine. And Joseph, Summit of Future like സ്വാഗതം. താങ്ക് യു. വളരെയധികം സന്തോഷം എന്നിവിടെ ഇൻവൈറ്റ് ചെയ്തതിൽ. താങ്ക്സ് ഫോർ ഹാവിങ് മീ. എൻ്റെ ആദ്യത്തെ ചോദ്യം, വൈ ബൈ മീ എ കോഫി? നമ്മൾ ക്രിയേറ്റീവ് സ്പേസ് ഒക്കെയാണ്, അപ്പോൾ നമ്മൾ വൈ കാൻ വി ഹാവ് ഗെറ്റ് മീ എ ബിയർ, ഗെറ്റ് മീ എ ഡ്രിങ്ക്, സംതിങ് ലൈക്ക് ദാറ്റ്. ക്രിയേറ്റീവ്സ് എല്ലാം കുറച്ച് ഫണ്ണായിട്ട് അല്ലെങ്കിൽ എന്താ അവരുടെ സ്പേസ് എൻജോയ് ചെയ്യുന്ന ആൾക്കാർ. കോഫി ഒരു ടിപ്പിക്കൽ അക്കാഡമിഷ്യൻസിനൊക്കെ പറ്റിയ അല്ലേ, കോഫി ഡേറ്റ് ഒക്കെ പണ്ടായിരുന്നു. ഇപ്പം ബൈ ദ വേ ബൈ മീ എ ബിയറും ഞങ്ങൾ തന്നെ ഓൺ ചെയ്യുന്നത്. അപ്പോൾ ബൈ മീ എ കോഫി, ബൈ മീ എ ബിയർ, ബൈ മീ എ ചോക്ലേറ്റ്, ഇതെല്ലാം ഡൊമൈനും ഞങ്ങൾ അപ്പം തന്നെ എടുത്ത് വെച്ചു. ബട്ട് അത് ആക്റ്റീവ് ആണോ ഡൊമൈൻ? ഡൊമൈൻ ജസ്റ്റ് റിഡാക്ട് ചെയ്യും ബൈ മീ കോഫിയിലോട്ട്. വി ജസ്റ്റ് വാണ്ട് എ ന്യൂ, നമുക്ക് പുതിയൊരു കോമ്പറ്റീറ്ററിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബൈ മീ എ ബിയറും ബൈ മീ എ കോഫിയും ഹോട്ട് ചോക്ലേറ്റും അല്ല, ഇങ്ങനത്തെ എല്ലാ ടേമുകളും ഞങ്ങൾ ഓൾറെഡി ഡൊമൈൻ എടുത്ത് വെച്ച് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഞങ്ങളുടെ ബൈ മീ കോഫി ഡൊമൈനിലോട്ട് റിഡാക്ട് ചെയ്യും. അങ്ങനെ അല്ലെ, കോഫി എന്നുള്ളൊരു വേർഡ് അപ്പം എന്തുകൊണ്ട് മറ്റ് ഡ്രിങ്ക്സോ അല്ലെങ്കിൽ മറ്റ് വേർഡ്സോ ഫോക്കസ് ചെയ്തില്ല? എന്തുകൊണ്ട് കോഫി എന്ന്? കോഫിക്ക് ഒരു ബിസിനസ് സെൻസിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് കോണ്ടെക്സ്റ്റിൽ അതിന് കൂടുതൽ ട്രാക്ഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും. ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇതിൻ്റെ ബൈ മീ കോഫിൻ്റെ ഒരു ഉത്ഭവം ഒരു 7 വർഷം മുമ്പാണ്. ഞാനും എൻ്റെ ബ്രദറും കോ ഫൗണ്ടറും ജിജോയും കൂടെ ഞങ്ങൾ ക്രിയേറ്റേഴ്സായിരുന്നു. ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വീഡിയോ ഇടും, ബ്ലോഗ് എഴുതും. അപ്പം അത് ത്രൂ ആണ് ആദ്യത്തെ വരുമാനം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് പല ആർട്ടിക്കിളിൻ്റെ താഴെയും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഇഫ് യു ലൈക്ക് മൈ കോണ്ടൻറ്റ് ബൈ മീ എ കോഫി എന്നുള്ള വളരെ കോമൺ ടേമാണ്. എസ്പെഷ്യലി US ലും UK ലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ടിപ്പിംഗ് കൾച്ചർ വളരെയധികം കൂടുതലാണ്. നമ്മുടെ നാട്ടിൽ കുറവാണെങ്കിലും പുറത്ത് വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചുമ്മാ ഒരു കോഫി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചാലും അവിടെ ഒരു ടിപ്പിംഗ് ചോദിക്കും, അവർ 20% ടിപ്പ് ചോദിക്കും. അപ്പോൾ അങ്ങനെ വന്നൊരു കൾച്ചറാണ് ഈ ഒരു ടിപ്പിംഗ് കൾച്ചർ. അപ്പം ഇതേപോലത്തെ ആർട്ടിക്കിളോ അല്ലെങ്കിൽ വീഡിയോ കാണുമ്പോൾ നമുക്ക് താഴെ കാണാൻ പറ്റും, ഹേ മേ ബി വി ജസ്റ്റ് ബൈ എ കോഫി എന്നുള്ള രീതിയിൽ ആ ടേം വളരെ ഫേമിലർ ആയിരുന്നു. അപ്പോൾ ഈ തുടങ്ങാൻ നേരത്ത് ഞങ്ങൾ ഈ ചെറുപ്പം മുതലേ എങ്ങനെ ഓൺലൈനിൽ നിന്നൊരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കാമെന്ന് ആലോചിക്കുമ്പം പലതരത്തിലുള്ള കാര്യങ്ങളും എങ്ങനെ ഉണ്ടാക്കി വരാമെന്നുള്ള ആലോചിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ ഒരു ഡൊമൈൻ ബൈ മീ എ കോഫി എന്നുള്ള ഡൊമൈൻ അവൈലബിളായി കണ്ടു. അപ്പം ആ സമയത്ത് അതിന് മാത്രമുള്ള കാശില്ലാത്തതുകൊണ്ട് ഞങ്ങൾ 2-3 ലോൺ എടുത്ത് അതേപോലെ ബുള്ളറ്റ് വിറ്റ് ആണ് ആ ഡൊമൈൻ പർച്ചേസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ഡൊമൈൻ ആയിരുന്നു. അപ്പം കാരണം അതൊരു വേർഡാണ്, ആക്സൻ ഒരു നല്ലൊരു ഡൊമൈനാണ്, പിന്നെ നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു വാക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ള വാല്യൂ വളരെ വലുതായിരുന്നു. അപ്പോൾ ഞങ്ങളത് ബെറ്റ് ചെയ്ത് അങ്ങ് പർച്ചേസ് ചെയ്തു. അപ്പം അങ്ങനെയാണ് ഈ ബൈ മീ കോഫി എന്നുള്ള ഒരു ഇതിലോട്ട് വരുന്നത്. പിന്നെ ഇത് ഞങ്ങൾക്കറിയാം, ലൈക്ക് ഞങ്ങൾ ഈ ഓൺലൈനിൽ പലതരത്തിലുള്ള ആർട്ടിക്കിളാണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും SEO പരമായിട്ടൊക്കെ റാങ്ക് ചെയ്തുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും മാർക്കറ്റ് ചെയ്ത് കുറച്ചും കൂടെ ഞങ്ങളെപ്പോലെ ഉള്ള ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ക്രിയേറ്റർ ശ്രദ്ധിക്കണം എന്നുള്ളൊരു ഗോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇതിൻ്റെ മുമ്പിലുള്ളൊരു ആശയം. ക്രിയേറ്റേഴ്സിന് ഈ യൂട്യൂബും ഗൂഗിളൊക്കെ ഉള്ള മിഡിൽമാൻ ഇല്ലാണ്ട് നേരെ അവരുടെ സ്വന്തം ഓഡിയൻസിൻ്റെ അടുത്ത് നേരെ എങ്ങനെ പൈസ കിട്ടാം വിത്തൗട്ട് എനി കട്ട്, അതാണ് ഞങ്ങളുടെ ഗോള്. അപ്പം നിങ്ങൾ കട്ട് ചെയ്യില്ലേ? ഞങ്ങൾ കട്ട് ചെയ്യും, പക്ഷേ ഞങ്ങളുടെ കട്ട് വളരെ ചുരുക്കം കട്ടാണ്. ഇപ്പോൾ യൂട്യൂബ് ആണെങ്കിലോ ഗൂഗിളാണെങ്കിലോ ഒക്കെ നമുക്കറിയത്തില്ല ശരിക്കും നമുക്ക് എത്ര കിട്ടുന്നതെന്നുള്ളത്. അപ്പോൾ ആ കിട്ടുന്ന എമൗണ്ട് അവർ കാണിച്ചതിൽ അതിൽ നിന്നൊരു 40% അല്ലെങ്കിൽ 50% യൂട്യൂബ് എടുത്തിട്ട് ബാക്കിയുള്ള പൈസയാണ് നമുക്ക് തരുന്നത്. പക്ഷേ ബൈ മീ കോഫി ട്രാൻസ്പെറൻ്റ് ആണ്. 95% ക്രിയേറ്റർ ഓൺ ചെയ്യും, റിമൈനിങ് 5% ആണ് ബൈ മീ കോഫീൻ്റെ പ്ലാറ്റ്ഫോം കട്ടുള്ളത്. ജോസഫേ, ഞാൻ ഇവിടെ കുറേ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. ഈ ജേർണി ആയിരിക്കും ഇതിനകത്ത് ഏറ്റവും ഇൻസ്പിറേഷനിൽ. കാരണം ജോസഫ് കാലിക്കറ്റ് നിന്ന് വരുന്നു, ഒരു നമ്മുടെ നാട്ടിൽ നിന്ന് Y കോമ്പിനേറ്ററിൽ സെലക്റ്റഡ് ആവുന്നു. ഇങ്ങനൊരു ഐഡിയ, ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുന്നുള്ള ഐഡിയ എന്ന് മുതലാണ് തുടങ്ങി? ചെറുപ്പം മുതൽ എനിക്ക് എൻ്റെ ചേട്ടനും 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു ദിവസം എനിക്ക് PC മേടിച്ചു തന്നു. ആ സമയത്ത് ലാപ്ടോപ്പൊക്കെ വളരെ അധികം ഇല്ല, അപ്പോൾ PC ആണ് മേടിച്ചത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ കുറച്ച് കാലങ്ങളൊക്കെ ഗെയിം കളിച്ച് കളഞ്ഞു. പക്ഷേ ഞങ്ങൾ വളരെ ഒരു മോഡറേറ്റ് ഫാമിലിയാണ്, അധികം ഒന്നും ചിലവാക്കാനില്ല. സ്കൂളിൽ പോവുകയാണെങ്കിലും ഫീസൊക്കെ ബെയർലി പേ ചെയ്യുന്നു, അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പം എങ്ങനെയെങ്കിലും ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു ത്വരയിൽ നിന്ന് വന്ന
ആ ഒരു ത്വരയാണ് ശരിക്കും പറഞ്ഞാൽ എങ്ങനെ ഓൺലൈനിൽ പൈസ ഉണ്ടാക്കണമെന്ന്. ബൈമി കോഫി ഒരു ലെവലെത്താനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആഗ്രഹത്തിന് പുറത്ത് ആദ്യമായിട്ട് മനസ്സിൽ വന്ന ഐഡിയ ഈ ബൈ മീ കോഫി എന്ന ഐഡിയ ആണോ, വേറെ കുറേ ഐഡിയാസ് വന്നിട്ടാണോ അതിനകത്ത് ചൂസ് ചെയ്തതാണോ, അത് വേറെ വെഞ്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് ഫെയിലിയേഴ്സ് എന്തെങ്കിലും ഉണ്ടായോ? അതെ, നിരന്തരം തോൽവികളായിരുന്നു. ആദ്യത്തെ ഒരു 5-10 പ്രൊഡക്റ്റ് തോറ്റ് അതിൽ നിന്ന് പഠിച്ച് നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് വന്നതാണ് ഈ ബൈമി കോഫി ഐഡിയ. ഈവൻ ബൈമി കോഫി ഐഡിയ അല്ല, ഞങ്ങൾ വൈ കോമ്പിനേറ്റർ എന്ന് പറഞ്ഞ ഇൻക്യുബേറ്റർ പോയപ്പോൾ പോലുള്ള ഐഡിയ. അപ്പം വൈ കോമ്പിനേറ്റർ, ജസ്റ്റ് ഇൻറ്ററപ്റ്റ്, വൈ കോമ്പിനേറ്റർ നിങ്ങൾക്ക് സ്റ്റുഡൻസിന് അറിയുമെന്ന് അറിയില്ല. കാരണം ലോകത്തിലെ ഏറ്റവും മികച്ച ആക്സിലറേറ്റർ പ്രോഗ്രാമിൽ ഒന്നാണ് വൈ കോമ്പിനേറ്റർ. സിലിക്കൺ വാലി ബേസ് ചെയ്ത് റൺ ചെയ്യുന്ന ഒത്തിരി ആപ്ലിക്കേഷൻ കിട്ടിയിട്ടാണ് അതിലേക്ക് ചൂസ് ചെയ്യുന്നത് അല്ലേ? അതെ, നമ്മളിപ്പോൾ കാണുന്ന എയർബിഎൻബി, റെഡിറ്റ്, സ്ട്രൈപ്പ് ഇതേപോലത്തെ ഗ്ലോബൽ ടെക് പ്ലാറ്റ്ഫോമുകളൊക്കെ ഇൻവെസ്റ്റും ഇൻക്യുബേറ്റ് ചെയ്ത് വലിയൊരു ഗ്ലോബൽ ഇൻക്യുബേറ്ററാണ് വൈ കോമ്പിനേറ്റർ. അപ്പം ഞങ്ങളുടെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് YC കയറണം, സോ ദാറ്റ് വി ക്യാൻ കൈൻഡ് ഓഫ് ടോക്ക് ടു ദ പീപ്പിൾ ഹു റിയലി മെയ്ഡ് എ ബിഗ് ഡിഫറൻസ് ഇൻ ദ ഗ്ലോബൽ ലെവൽ. സോ അതായിരുന്നു ആദ്യത്തെ തോട്ട്. എങ്ങനെയെങ്കിലും നമ്മളൊക്കെ ലുക്കപ്പ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ഞാനൊക്കെ ചെറുപ്പം മുതലേ ട്വീറ്റും അതേപോലെ യൂട്യൂബിലൊക്കെ കാണുന്ന ആൾക്കാരാണ് ഇവർ. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ചെറിയ കണക്ഷൻ കിട്ടി, അവരുടെ ഭാഗത്തു നിന്ന് 2-3 വാക്ക് കിട്ടിയാൽ തന്നെ നമ്മുടെ ലൈഫ് മാറുന്ന ഒരു ഫീൽ കിട്ടിയായിരുന്നു. സോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ ടോം പറഞ്ഞ പോലെ എങ്ങനെ ഈ ഗ്ലോബൽ ലെവൽ എത്തി എന്നുള്ളത് അതിനുള്ള ഉത്തരം പറയുകയാണെങ്കിൽ, ഓൺലൈനിലൊരു പ്രൊഡക്റ്റ് ചെയ്യുമ്പം ഡീഫോൾട്ട് നമ്മൾ ഗ്ലോബലിയാണ് ആലോചിക്കുക. ഇപ്പം കാരണം ഓൺലൈനിൽ ഒരിക്കലും നമുക്ക് കേരളത്തിൽ എങ്ങനെ സ്കെയിൽ ചെയ്യാന്നുള്ള ആലോചിക്കില്ല. പകരം നമുക്ക് ഇത്രത്തോളം വൈഡർ മാർക്കറ്റ് ഉണ്ടല്ലോ. നമ്മൾ കേരളം മാത്രമല്ല, നമുക്ക് ബേബി ഗൂഗിളിൽ 2 ആഡ് റൺ ചെയ്താൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് പോയിട്ടൊരു പോസ്റ്റ് ചെയ്താൽ ആൾക്കാർ കാണുന്നത് കേരളത്തിൽ നിന്നായിരിക്കില്ല. ആൾക്കാർ കാണുന്നത് പലതരത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്നായിരിക്കും. US നിന്നായിരിക്കാം, UK നിന്നായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഓൺലൈനിലൊരു പ്രൊഡക്റ്റ് ചെയ്യുമ്പം ഡീഫോൾട്ട് അത് ഗ്ലോബൽ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ഈവൻ ബുദ്ധിമുട്ടാണ് കേരളത്തിൽ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ബൈമി കോഫി എന്നുള്ള ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഞങ്ങൾക്കറിയാം ലൈക്ക് ഇതൊരു ഗ്ലോബൽ പ്രൊഡക്റ്റ് ആയിരിക്കും. കാരണം ഈ ഒരു കൾച്ചർ കൂടുതലും പുറത്തെ കൺട്രീസിലാണുള്ളത്. ആൻഡ് ബൈ ഫാർ US ആണ് ഏറ്റവും നന്നായിട്ട് ഈ ലൈക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹെവിലി ഇൻവെസ്റ്റ് ചെയ്യുക. US ഓഡിയൻസ് ആയിരിക്കും എന്നറിയാമായിരുന്നു. സോ അങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. ഈ ബൈ മീ കോഫി എന്നൊരു ഐഡിയ ആണോ വൈ കോമ്പിനേറ്ററിലും പിച്ച് ചെയ്തത്? അല്ല, ഞങ്ങളൊരു 5 പ്രാവശ്യമെങ്കിലും വൈ കോമ്പിനേറ്ററിൽ ഞങ്ങളുടെ ആശയം പ്രകടിപ്പിച്ചു. 5 പ്രാവശ്യം റിജക്റ്റ് ചെയ്തു. അവസാനത്തെ പ്രാവശ്യം അവർ പൊതുവേ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ തിരിഞ്ഞു നോക്കാറില്ല. 5ാമത്തെ പ്രാവശ്യം ഞങ്ങൾ ബ്രൂ എന്ന് പറഞ്ഞ ഒരു പോഡ്കാസ്റ്റ് ആപ്പാണ് പിച്ച് ചെയ്തത്. അപ്പം YC പറഞ്ഞു, YC ഞങ്ങളെ ഇൻ്റർവ്യൂവിന് ക്ഷണിച്ചു സെൻറ്റ് ഫ്രാൻസിസ്കോയിലോട്ട്. അപ്പോഴാണ് ആദ്യമായിട്ട് US പോകുന്നത്. US പോയി അവിടെ എത്തിയപ്പം അവർ പറഞ്ഞു ലൈക്ക് എടുക്കുന്നുണ്ടാവില്ല, കാരണം പ്രൊഡക്റ്റ് ഇപ്പോൾ ഏർലി സ്റ്റേജ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് വന്നു. അടുത്ത ദിവസം തന്നെ തിരിച്ച് നാട്ടിലോട്ട് വന്നു. അതിനുശേഷം എൻ്റെ കോഫൗണ്ടർ ബ്രദർ ജിജോ യു മേഡ് എ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഇമെയിൽ, അത് പബ്ലിക്കലി ആരും പറഞ്ഞിട്ടില്ല, പക്ഷേ യു മേഡ് എ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഇമെയിൽ YCയിലുള്ള എല്ലാവർക്കും വെച്ച് മെയിൽ അയച്ചു. അപ്പം അത് കണ്ടിട്ട് ഇമെയിൽ കണ്ടിട്ട് അവരൊന്നുകൂടി റീച്ച് ഔട്ട് ചെയ്തു. നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കത് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അവിടെ തന്നെ ഉണ്ട്, ഒരു നാളെ മോർണിംഗ് കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ റിപ്ലൈ കൊടുത്തു. അപ്പം തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഞങ്ങൾ അപ്പം തന്നെ US പോയി. അങ്ങനെയാണ് അടുത്ത ദിവസം മീറ്റ് ചെയ്യുന്നത്. മീറ്റ് ചെയ്തിട്ട് അൺടോൾഡ് സ്റ്റോറിയാണോ? ആദ്യമായിട്ടാണ് പബ്ലിക് അറിയുന്നത്? ആദ്യമായിട്ടാണ് പറയണേ, പബ്ലിക് ചെയ്തിട്ടില്ല. അപ്പം ഇത് അടുത്ത ദിവസം തന്നെ രാവിലെ ഞങ്ങൾ അവിടെ എത്തുകയും ചെയ്തു. എത്തി നേരെ എയർപോർട്ടിൽ നേരെ അവിടെ പോയി മീറ്റ് ചെയ്തു. പക്ഷേ ആ മീറ്റ് ചെയ്തപ്പോൾ ഞങ്ങളുടെ ഒരു പാർട്ട്ണറുണ്ട്, ഡാൾട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ആൾ വളരെയധികം കൈൻഡായിരുന്നു. ആൾ ഞങ്ങളപ്പോൾ തന്നെ സംസാരിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് എന്താ പറയുക, ഈ ഞങ്ങൾക്ക് പലതരത്തിലുള്ള ഐഡിയ ഉണ്ട്, ക്രിയേറ്റേഴ്സിനെ ഞങ്ങൾക്ക് അതിനെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ ഒരു വരുമാന മാർഗം വരാൻ പോകുന്ന തലമുറകൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയാമെന്നുള്ള ഒരു ആശയം പറഞ്ഞപ്പോഴത്തേക്കും ഇൻട്രസ്റ്റഡായി അവർ അവസാനത്തെ ആ ബാച്ചിൽ ഞങ്ങളെ ആഡ് ചെയ്തു. സോ അതാണ് ബൈമി കോഫി. അങ്ങനെയാണ് ബൈമി കോഫി അല്ല ബ്രൂ YCയിലെത്തുന്നത്. പക്ഷേ YC ബെറ്റ് ചെയ്യുന്നത് ഫൗണ്ടേഴ്സിലാണ്, പ്രൊഡക്റ്റിൽ മാത്രമല്ല. അപ്പം ഞങ്ങൾ മേ ബി അറിയില്ല, ഞങ്ങൾ ആ സമയത്ത് പെട്ടെന്ന് കാണിച്ച ആ ഒരു എടുത്തുചാടലും അതേപോലെ പെട്ടെന്ന് പോയി കണ്ടു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു ഫീലിംഗ് അവർക്ക് കിട്ടിയോണ്ടായിരിക്കാം അവർ ആക്സെപ്റ്റ് ചെയ്തു. ആൻഡ് ആ പ്രൊഡക്റ്റ് YC കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ ഞങ്ങൾ ബൈമി കോഫി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ബൈമി കോഫിയിലോട്ടുള്ള കുറേ ലേണിംഗ് ശരിക്കും കിട്ടാൻ കാരണം വൈ കോമ്പിനേറ്റർ ആയിരുന്നു.
ആൻഡ് വൈ കോമ്പിനേറ്റർ ഇപ്പോഴും ബൈ മീ കോഫിയുടെ ഇൻവെസ്റ്റേഴ്സാണ്. സോ പ്രൗഡ് ടു സേ ദാറ്റ്. അതൊരു വൈ കോമ്പിനേറ്റർ വന്നു, വൈ കോമ്പിനേറ്ററിൻ്റെ ഒരു ഇൻഫ്യൂഷൻ ഒഴിച്ച് കമ്പനി ബൂട്ട് സ്റ്റാർട്ട് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തതാണോ, അതെയോ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണോ വൈ കോമ്പിനേറ്റർ വരുന്നത് ബൈ മീ കോഫിയിൽ? ബ്രൂ ഉള്ള സമയത്ത് തന്നെ പാരലലി ഞങ്ങൾ ബൈ മീ കോഫി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പം ബ്രൂ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇറ്റ്സ് എ ഫോർ ലെറ്റർ ഡൊമൈൻ, BREW.com. സോ ഇറ്റ്സ് എ റിയലി ഗുഡ് ഡൊമൈൻ. അപ്പോൾ ഞങ്ങൾ ഡൊമൈനൊക്കെ മേടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇതുള്ളപ്പോൾ തന്നെ ബൈ മീ കോഫി ബാക്കിൽ ഉണ്ട്. പക്ഷേ ഈ പ്രൊഡക്റ്റ് നമ്മൾ നോക്കാണ്ട് തന്നെ ഗ്രോ ചെയ്യുന്നുണ്ട് പതുക്കെ. കാരണം പ്രൊഡക്റ്റിന് ഒരു ഇൻഹറൻറ്റ് വൈറാലിറ്റി ഉണ്ട്. ബൈ മീ കോഫി എന്നുള്ള ഈ ഡൊമൈന് ആൾക്കാർ ഈ യൂട്യൂബിലൊക്കെ താഴെ കാണാൻ പറ്റും. ഈ ഡൊമൈൻ ഉള്ളപ്പോൾ തന്നെ ആൾക്കാർ ക്യൂരിയസ് ആണ്. ലൈക്ക് ഇതെന്തെങ്ങനെ എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നത്, ലൈക്ക് ഇതിൽ പോയിട്ട് ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് ഡിസ്ക്രിപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ പൈസ കിട്ടുമോ, ഇങ്ങനത്തെ കുറേ തോട്ടുണ്ട് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വൈറലാവുന്നുണ്ട്, ലൈക്ക് സോഷ്യൽ മീഡിയസിലൊക്കെ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്. അപ്പം ഞങ്ങളൊരു എഫേർട്ട് ഇടാണ്ട് പതുക്കെ ഈ പ്രോഡക്റ്റ് ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ ദർ ഇസ് സം മാജിക് അല്ലേ. അപ്പം അങ്ങനെയാണ് തിരിച്ച് ഫോക്കസ് വന്നത്. ഇതിൻ്റെ ഒരു ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി, കാരണം ഒരു പ്രൊഡക്റ്റ് ഒരു ഗ്ലോബൽ സ്കെയിലിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാനുള്ളൊരു GTM ഉണ്ട്, ഒരു ഗ്ലോബൽ ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി. അങ്ങനെ ഒരു വളരെ ഡിഫൈൻഡ് ആയിട്ടുള്ള പ്ലാൻഡ് ആയിട്ടുള്ളൊരു ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി ഉണ്ടായിരുന്നോ, അതെയോ ഓർഗാനിക്കലി നാച്ചുറലി ഇത് മാർക്കറ്റ് റീച്ച് എത്തിയതാണോ? ഇതിൻ്റെ ഒരു സ്റ്റാർട്ട് എന്ന് പറയുകയാണെങ്കിൽ ഈ ഫോക്കസ് ഞങ്ങൾക്ക് അറിയായിരുന്നു, ഇത് ക്രിയേറ്റേഴ്സിനെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ എത്തിക്കണം എന്നുള്ള മാത്രമേ ഉള്ളൂ. അപ്പം ഞാനും എൻ്റെ കോ ഫൗണ്ടറും ജോയും കൂടെ എല്ലാ ദിവസവും ഒരു 1000-2000 ക്രിയേറ്റേഴ്സിൻ്റെ ഇമെയിൽ ലിസ്റ്റ് എടുക്കും. ഇപ്പം DeviantArt എന്ന് പറഞ്ഞ ആർട്ട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, യൂട്യൂബിലൊക്കെ നമുക്ക് ക്രിയേറ്റേഴ്സിൻ്റെ ഇമെയിൽ കാണാൻ പറ്റും. അവർക്ക് ജസ്റ്റ് മെസ്സേജ് അയക്കും, ഹേ റിയലി ലവ്ഡ് യുവർ വീഡിയോ, അല്ലെങ്കിൽ റിയലി ലവ്ഡ് യുവർ ആർട്ട് വർക്ക്, ക്യാൻ ഐ ബൈ യു എ കോഫി എന്ന് ചോദിക്കും. അവരോട് ചോദിക്കും. പക്ഷെ നമ്മൾ ആ ക്രിയേറ്ററിനെ അറിയത്തൊന്നുമില്ല. അപ്പോൾ അവർ ചോദിക്കും, ഓ താങ്ക് യു സോ മച്ച്, ഹൗ ക്യാൻ ഐ സപ്പോർട്ട് യു, അല്ലെങ്കിൽ അവർ ചോദിക്കും താങ്ക് യു സോ മച്ച് എന്ന് പറയും. അപ്പോൾ ഞാൻ പറയും, ഇഫ് യു ഹാവ് എ ബൈ മീ കോഫി ലിങ്ക് പ്ലീസ് ഷെയർ എന്ന് പറയും. അപ്പോൾ അവർ ബൈ മീ കോഫി പോയി ചെക്കൗട്ട് ചെയ്യും. ബൈ മീ കോഫി ചെക്കൗട്ട് ചെയ്യുമ്പം മനസ്സിലാവും ഇത് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമാണെന്ന് മനസ്സിലാവും. എന്നിട്ട് ഞാൻ അവർക്ക് $5 ടിപ്പ് കൊടുക്കും. സോ ഈ ക്രിയേറ്റർ ഇത് മനസ്സിലാക്കി കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി ആൾക്ക് ടിപ്പ് കിട്ടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരുടെ ബയോയിൽ ഏറ്റവും മുകളിൽ വയ്ക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ 2000-3000 ക്രിയേറ്റേഴ്സിന് ഞങ്ങൾ മെയിൽ അയച്ചു. ഞങ്ങൾ നിങ്ങൾ വർക്ക് ഇഷ്ടപ്പെട്ടു, സപ്പോർട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്നാണ് ഈ ഒരു കൾച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ തന്നെയാണ് എല്ലാവരും കൊണ്ടുവന്നത്. കോഫി കുടിക്കട്ടോ തണുത്തു. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റേഴ്സിനെ ഓൺ ബോർഡ് ചെയ്യുക, അത് നമ്മുടെ ഒരു എന്താ പറയുക സപ്ലൈ സൈഡാണ്, നമ്മുടെ ഡിമാൻഡ് സൈഡ്. കാരണം ക്രിയേറ്റേഴ്സ് ഓൺ ബോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു വർക്ക് കിട്ടുക, അല്ലെങ്കിൽ അവർക്കൊരു മോഡ് ഓഫ് ഇൻകം, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ്, ഒരു സപ്ലൈ സൈഡും കൂടെ നമ്മൾ ബിൽഡ് ചെയ്യണം. അതെങ്ങനെ ബിൽഡ് ചെയ്ത്? കുറേ ലേണിങ്സ് ഇവർ വൺസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ലൈക്ക് ഞങ്ങൾ അവരെ കൊണ്ട് പ്രോംപ്റ്റ് ചെയ്യിപ്പിക്കും. ലൈക്ക് നിങ്ങൾക്ക് കുറേ സപ്പോർട്ട് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഫാൻസിൻ്റെ ഒരു ഇമെയിൽ അയക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബയോയിൽ ഏറ്റവും മുകളിൽ വയ്ക്കുക. ബയോയിൽ ഏറ്റവും മുകളിൽ വയ്ക്കുന്ന ആൾക്കാർക്ക് ഒരു 50% കൂടുതൽ ഇൻകം വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇമെയിലൊക്കെ ഞങ്ങൾ ചുമ്മാ അയക്കും. അപ്പോൾ ആൾക്കാർ മുകളിൽ വയ്ക്കും. അവരുടെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ബയോയിൽ നമുക്ക് ഒറ്റ ലിങ്ക് കാണാൻ പറ്റത്തുള്ളൂ. യൂട്യൂബിൽ കുറേ കാണാൻ പറ്റും, പക്ഷേ ഡിസ്ക്രിപ്ഷനിലാണ്. അപ്പം ഇവരെ ഏറ്റവും മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഓട്ടോമാറ്റിക്കലി ഓൾറെഡി അത്യാവശ്യം നല്ല ഓഡിയൻസ് ഉള്ള ആളായിരിക്കാം, 50,000-30,000 ഉണ്ടായിരിക്കാം. ഇപ്പോൾ ഒരു ഫാൻ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ബൈ മീ കോഫി ലിങ്ക് കണ്ടു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് പോയി സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ ഗോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ക്രിയേറ്റർ എങ്ങനെയെങ്കിലും ബൈ മീ കോഫിൻ്റെ ലിങ്ക് ഏറ്റവും ഫസ്റ്റ് വെക്കണം. അപ്പോഴേ അവർക്ക് ആ വരുമാനം ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ പ്ലാറ്റ്ഫോമിനേക്കാളും ഇത് ക്രിയേറ്ററിൻ്റെ ആവശ്യമാണ്. ക്രിയേറ്ററിനാണല്ലോ പൈസ കിട്ടട്ടെ. ഞങ്ങൾ ജസ്റ്റ് ഇത് പ്ലാറ്റ്ഫോം പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു 5% മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതാണ് എനിക്ക് ഗോള്. ഞങ്ങളുടെ ശരിക്കുള്ള ഗോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10x10 പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ചെറിയ കാര്യമല്ല, പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട്, കാരണം ഇത് 120+ കൺട്രീസിൽ നമ്മൾ പേയ്മെൻറ്റ്സ് ഹോൾഡ് ചെയ്യണം. അതേപോലെ ഇന്ത്യയിൽ നിന്നാണെങ്കിലും ഏത് ചെറിയ സ്ഥലത്തു നിന്നാണെങ്കിലും പേ ഔട്ട് ഉള്ള ക്രിയേറ്റേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റണം. അപ്പം അതാണ് ഏറ്റവും വലിയ ചലഞ്ച് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ പ്രോപ്പർ ലേണിംഗ് കൊടുത്തപ്പോഴത്തേക്കും ക്രിയേറ്റേഴ്സിന് മനസ്സിലായി. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ക്രിയേറ്റേഴ്സിൻ്റെയും ബയോ കണ്ട് വേറെ ക്രിയേറ്റേഴ്സ് പോയി ക്രിയേറ്റ് ചെയ്യുന്ന രീതി എത്തി വന്നു. അപ്പം അത്രത്തോളം ഈസിയായി വരുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, ഉറപ്പായിട്ടും. ജോസഫേ, ഇനി എനിക്ക് അറിയേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള ജോസഫിൻ്റെ ജേർണി, എഡ്യൂക്കേഷൻ ജേർണി ആയിരിക്കും. എനിക്ക് തോന്നുന്നു അത് +2 കഴിഞ്ഞിട്ടാണ് ഈ വെഞ്ചർ തുടങ്ങി അല്ലേ? ഗ്രാജുവേഷന് ചെയ്തിട്ടില്ല തോന്നുന്നത്. ഇല്ല.
അപ്പോൾ ഇപ്പോൾ ഈ ഓൺടർപ്രണർഷിപ്പിൽ പ്രത്യേകിച്ച് നമ്മളെപ്പോഴും സംസാരിക്കാറുണ്ട്, ഓൺടർപ്രണർഷിപ്പിൽ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണോ. ഇപ്പം എലോൺ മസ്കിൻ്റെ അല്ലെങ്കിൽ അടുത്തിടെ ശ്രീധർ വെമ്പു ഒക്കെ പറഞ്ഞ ഒരു വളരെ സ്റ്റേറ്റ്മെൻറ്റ്സ്, ബോൾഡായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. 4 വർഷമോ 5 വർഷമോ ഒന്നും യൂണിവേഴ്സിറ്റി പോയി ആരും സമയം കളയണ്ട. ദേ ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ഹാവ് റൈറ്റ് സ്കിൽ സെറ്റ് അറ്റ് ദ വർക്ക് പ്ലേസ് എന്ന്. അപ്പോൾ ഒരു അണ്ടർഗ്രാഡ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ US സിലിക്കൺ വാലി സ്റ്റാർട്ടപ്സിലെല്ലാം ഐവി ലീഗ് അല്ലെങ്കിൽ റസൽ ഗ്രൂപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള ഫൗണ്ടേഴ്സാണ് എനിക്ക് തോന്നുന്നത് 30 to 40%. നമ്മൾ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം നോക്കിയാൽ ഇപ്പോൾ ഇന്ത്യയിൽ എടുക്കുവാണെങ്കിൽ ഏത് യൂണിക്കോൺസ് എടുത്താലും IIT IIMs ആയിരിക്കും ഒരു 20-25% യൂണിക്കോൺസും എല്ലാം. അപ്പോൾ ആ എഡ്യൂക്കേഷൻ എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ഈ ഒരു ഓൺടർപ്രണർഷിപ്പ് ജേർണിയിലുണ്ട്? വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എൻ്റെ ജേർണിയിൽ 8ാം ക്ലാസ് തൊട്ടാണ് എനിക്ക് ചെറിയ രീതിയിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ ഗ്രാൻഡ് ഫാദറാണ് ആദ്യത്തെ കമ്പ്യൂട്ടർ മേടിച്ചത്. അപ്പോൾ തൊട്ട് ആ സമയത്ത് തൊട്ടാണ് എനിക്ക് ഇതിലോട്ടുള്ള ഇൻട്രാക്ഷൻ കുറച്ചൊക്കെ തുടങ്ങി വരുന്നത്. ആ സമയത്ത് ഓൺലൈനിൽ കുറച്ച് റിസർച്ച് ചെയ്ത് നമുക്ക് കുറച്ചൊക്കെ ഐഡിയ കിട്ടി എങ്ങനെ ഓൺലൈനിൽ കുറച്ച് കാശ് ഉണ്ടാക്കാമെന്നുള്ളത്. പക്ഷേ ഇത് വളരെയധികം ലേണിംഗ് ആയിട്ട് പാർട്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അറിയാനും പഠിക്കാനും പിന്നെ ഇതെങ്ങനെയാണ് ഫ്യൂച്ചറായിട്ട് ആലോചിക്കേണ്ടത് എന്നുള്ളൊരു കോൺസെപ്റ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ കഴിയുമ്പോഴത്തേക്കും ഇവന്തോ ഞാൻ സ്റ്റഡീസിൽ വീക്കറാണെങ്കിലും ഇങ്ങനത്തെ IT പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും നല്ല മാർക്കുണ്ടായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും കമ്പ്യൂട്ടറിൻ്റെ പരമായിട്ട് എന്ത് ചെയ്താലും എനിക്ക് അത്യാവശ്യം മാർക്കുണ്ടായിരുന്നു. അതിനുശേഷം +1 +2 എനിക്കറിയാം ലൈക്ക് മേ ബി പഠിച്ചെത്താൻ എനിക്ക് തോന്നുന്നില്ല, അതിന് മാത്രമുള്ള സ്കില്ല് എനിക്ക് തോന്നിയില്ല പഠിച്ചെത്തുന്നുള്ളത്. അപ്പോൾ +1 +2 ഞാൻ കൊമേഴ്സ് എടുത്ത് കൊമേഴ്സിൽ മാക്സിമം അക്കൗണ്ടൻസി ഒക്കെ കുഴപ്പമില്ലായിരുന്നു എന്നുള്ളൂ. അതിനുശേഷം പാരലലി ഓരോ സൈഡ് റവന്യൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ക്രിയേറ്റർ ആയിരുന്നു. അപ്പോൾ യൂട്യൂബിൽ കുറേ വീഡിയോ ഇടും, അതേപോലെ ആർട്ടിക്കിൾ എഴുതും. അപ്പോൾ എഴുതണമെങ്കിലും നമ്മൾ വായിക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തിനാണെങ്കിലും എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഞാൻ പിന്നെ ഡിഗ്രി ചെയ്യാത്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ എനിക്കിത് സ്കെയിൽ ചെയ്യാൻ പറ്റുന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഡിഗ്രി വന്നു കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു ഐഡിയ ഒരു 4 വർഷത്തേക്കോ അല്ലെങ്കിൽ 3 വർഷത്തേക്കോ മാറിപ്പോവും. ഇന്ന് തുടങ്ങാൻ പറ്റുന്ന ഐഡിയ എനിക്ക് 4 വർഷം കഴിഞ്ഞ് തുടങ്ങാൻ പറ്റില്ല. കാരണം എനിക്ക് ഹെവിലി ഇൻവെസ്റ്റ് ചെയ്യണം, ലൈക്ക് എൻ്റെ ടൈം മാറ്റണം, എനിക്കൊരു 5 മണിക്കൂർ ഡിസൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ വർക്ക് ചെയ്യണം എന്നുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ഒരു സെമ്മ് ഞാൻ ദേവഗിരി കോളേജിൽ പോയി, കോഴിക്കോടുള്ള. അതിനുശേഷം എനിക്ക് മനസ്സിലായി ഇത് പറ്റുന്ന പരിപാടിയല്ല എന്ന് മനസ്സിലായി. അവിടുത്തെ അച്ഛനോട് പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, ഞാൻ ലീവ് ചെയ്യാണെന്ന് പറഞ്ഞു. അങ്ങനെ ലീവ് ചെയ്തതാണ്. പക്ഷേ തിങ്കിങ് ബാക്ക് അത് നല്ല ഡിസിഷനായിരുന്നു. ഈവൻ ദോ എനിക്കധികം ഫ്രണ്ട്സൊന്നും ഇല്ലെങ്കിലും പക്ഷെ അത് ഭയങ്കര ഒരു നല്ല കാര്യമായിരുന്നു എൻ്റെ കരിയറിന്. എനിക്കതുകൊണ്ട് ആ സമയത്ത് കുറേ ഫോക്കസ് ചെയ്യാൻ പറ്റി, കുറച്ച് നല്ല ഹയേഴ്സിനെ, കുറച്ച് നല്ല ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റിയ സമയത്ത്. പിന്നെ അതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി കുറേ ടൈം കിട്ടി. അപ്പം അത് ഹെൽപ്പ് ചെയ്തെന്ന് വിചാരിക്കുന്നു. എൻ്റെ അടുത്ത ചോദ്യം, ഇപ്പോൾ ഈ ഓൺടർപ്രണർഷിപ്പ് ജേർണിയിൽ ബൈ മീ കോഫി അതുപോലെ പല വെഞ്ചേഴ്സും, അതുകൂടെ എനിക്ക് തോന്നുന്നു മറ്റു പല വെഞ്ചേഴ്സും ഉണ്ട്. ഇപ്പം ഇതിൽ ജോസഫ് റിഗ്രറ്റ് ചെയ്യുന്ന, അല്ലെ റിഗ്രറ്റ് അല്ല, നമുക്ക് ഈ ഒരു ജേർണിയിൽ കറക്റ്റ് ചെയ്യാൻ പറ്റാതെ പോയ, അല്ലെങ്കിൽ എനിക്ക് കറക്റ്റ് ചെയ്യണമായിരുന്നു തോന്നിയ ഒരു കാര്യം ഏറ്റവും ബൈ മീ കോഫി എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തപ്പം ഞങ്ങൾ വളരെ എന്താ പറയുക, സ്റ്റാർട്ട് ചെയ്യാം, സ്കെയിൽ ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ പോയ ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾ അധികം ഒന്നും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്കുകൾ ചെയ്തിട്ടില്ല. എസ്പെഷ്യലി ലോകത്ത് 120 രാജ്യങ്ങളിലോട്ട് പേയ്മെൻറ്റ് പോകേണ്ട ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പകത്തുള്ള കുറേ റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ പക്ഷേ ഇതൊക്കെ പിന്നെ ചെയ്യാം എന്നുള്ള രീതിയിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ അധികം പകുതി വഴിക്കാക്കിയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് മേജർ ഹിറ്റ് വന്നത് ഒരു പേയ്മെൻറ്റ് പാർട്ണർ ഞങ്ങൾ ലീവ് ചെയ്തപ്പോഴാണ്. പേപ്പാൽ എന്ന് പറയും, സ്ട്രൈപ്പിൻ്റെ ഒരു ആൾട്ടർനേറ്റീവാണ് പേപ്പാൽ. പേപ്പാൽ ഒരു ദിവസം രാവിലെ 2022 മെസ്സേജ് അയച്ചു, ബൈ മീ കോഫിയിൽ ഞങ്ങൾക്ക് ഇനി സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പം ഓൾമോസ്റ്റ് 70% ഓഫ് ദ ക്രിയേറ്റേഴ്സ് ആ സമയത്ത് ബൈ മീ കോഫിയിൽ പേപ്പാലിലുള്ളതുകൊണ്ട് മാത്രം വന്ന ക്രിയേറ്റേഴ്സാണ്. അപ്പം അത് ഭയങ്കര ഹിറ്റായിരുന്നു. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രോപ്പർ മോഡറേഷൻ ഉണ്ടായിരുന്നില്ല. മോഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോമിൽ വരുന്ന ആൾക്കാർ അഡൽട്ട് ആവാൻ പാടില്ല, അല്ലെങ്കിൽ അവർ ഇല്ലീഗലായിട്ടുള്ള കാര്യം സെല്ല് ചെയ്യാൻ പാടില്ല, അതേപോലെ അധികം പബ്ലിക്കലി പോകാൻ പാടില്ലാത്ത കണ്ടൻറ്റ് കാണാൻ പാടില്ല. അങ്ങനെ പലതരത്തിലുള്ള ഈ കാര്യങ്ങളൊക്കെ പ്രോപ്പറായി ചെയ്തിരുന്നേൽ ഞങ്ങൾ ആ സമയത്ത് ചെയ്തിരുന്നില്ല. പക്ഷേ ഞങ്ങൾ ഭയങ്കര ഏർലി ആയിരുന്നു.
പക്ഷെ ചെയ്തിരുന്നതിൽ ഞങ്ങൾക്ക് പേപ്പാൽ പോലത്തെ ഒരു പ്ലാറ്റ്ഫോമും കൂടെ ബൈ മീ കോഫിൽ ഉണ്ടാവുമായിരുന്നു. ആൻഡ് ഇല്ലാത്തത് കൊണ്ട് ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇൻ ടേംസ് ഓഫ് വോളിയം ഇതിലും ബെറ്ററായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം സ്ട്രൈപ്പ് തന്നെ ഇതേപോലത്തെ കുറേ പ്ലാറ്റ്ഫോം കൊണ്ടുവന്നുകൊണ്ട്, അതേപോലെ സ്ട്രൈപ്പ് ഇപ്പോൾ ബൈ മീ കോഫിൽ ഇൻവെസ്റ്ററാണ്. അപ്പം പേപ്പാലിൻ്റെ വേറെ ആൾട്ടർനേറ്റീവാണ് സ്ട്രൈപ്പ്. ഇൻവെസ്റ്റ് ആയതുകൊണ്ടും അത് കുറേ രീതിയിൽ മാറി. പക്ഷേ ഇപ്പോഴും ഞങ്ങൾ ഇൻറ്റേർണലി ഞങ്ങൾക്ക് ഒരു കുറച്ചും കൂടെ നേരത്തെ പോളിസീസും ഇതേപോലത്തെ പ്രിൻസിപ്പിൾസും ടീമിനോട് സെറ്റ് ചെയ്തായിരുന്നെങ്കിൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളും അല്ലെങ്കിൽ ഫ്യൂച്ചർ റിസ്കിങ് ദ ബിസിനസ് മാറ്റിക്കളയാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്തൊരു ചോദ്യം, നിങ്ങൾ ചേട്ടനും അനിയനും കോഫൗണ്ടേഴ്സാണ്. സാധാരണ നമ്മൾ അച്ഛൻ്റെ ബിസിനസ്സിലെ മക്കൾ വരാറുണ്ട്, ഫാമിലി ബിസിനസ്സിൽ വരാറുണ്ട്. ഒരു ചേട്ടനും അനിയനും ഒരു സ്ട്രക്ചേർഡ് ബിസിനസ്, ഇപ്പോൾ സ്ട്രക്ചേർഡ് ബിസിനസ് പറയാൻ കാരണം ഇൻവെസ്റ്റേഴ്സ് ഓൾസോ ഓൾറെഡി ഓൺ ദ ബോർഡ് ആൻഡ് യു ഹാവ് എ ഫോർമൽ ബോർഡ്. നിങ്ങളുടെ ബോർഡ് മീറ്റിംഗ് എങ്ങനെയായിരിക്കും ചേട്ടനും അനിയനും തമ്മിൽ? ഞങ്ങളുടെ ബോർഡ് മീറ്റിംഗ് ചിലപ്പോൾ വാട്സപ്പിൽ ഒരു കോൾ ചെയ്തിട്ട് ഞങ്ങൾ ക്യാഷ്വൽ ചാറ്റ് ചെയ്ത് ആ കോൾ മേ ബി ഒരു 3-4 മണിക്കൂർ അല്ലെങ്കിൽ 5-6 മണിക്കൂറോ പോകും. എപ്പോഴെങ്കിലൊക്കെ ഒരു ഐഡിയ വരും. ഐഡിയ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കോൾ വയ്ക്കാറില്ല. കോൾ നിരന്തരം പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഞങ്ങൾ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നത് ലണ്ടനിൽ. ആ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ യൂഷ്വലി ഞങ്ങൾ ഓഫീസ് സ്പേസ് ഉണ്ട്, അവിടെ പോകും. പക്ഷേ ഇത് പ്ലാൻഡ് ഒന്നുമല്ല. ഞങ്ങളങ്ങനെ ചുമ്മാ പോവും, കുറച്ച് ഡിസൈൻ പോയി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോവുക ചെയ്യുക. അവിടെ പോയിട്ട് ഞങ്ങൾക്ക് ആ സമയത്തൊരു മൂഡുണ്ടെങ്കിൽ ഞങ്ങൾ ഡിസൈൻ ചെയ്യും, അത്രേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഈവൻ ബൈ മീ കോഫി ടീം മെമ്പേഴ്സിനോടാണെങ്കിലും ആരോടാണെങ്കിലും പറയാറുണ്ട്, നമുക്ക് ഫീച്ചറിന് വേണ്ടി ഫീച്ചർ ഉണ്ടാക്കാൻ പാടില്ല, പ്രൊഡക്റ്റിന് വേണ്ടി ഒരു പുതിയൊരു ഐഡിയ കൊണ്ടുവരണം എന്ന് വിചാരിച്ച് ഉണ്ടാക്കാൻ പാടില്ല. പകരം നമുക്ക് വർക്ക് ചെയ്യാൻ തോന്നിയ, ക്രിയേറ്റേഴ്സിന് ഹെൽപ്ഫുൾ ആവാൻ തോന്നിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ബിൽഡ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ബിൽഡ് ചെയ്യരുത്. കാരണം ഫീച്ചർ കുറയ്ക്കാനാണ് പരിപാടി. ഇപ്പോൾ ബൈ മീ കോഫി പ്ലാറ്റ്ഫോമിൽ നമ്മൾ കുറേ തരത്തിലുള്ള പേയ്മെൻറ്റ് അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കുന്ന വരുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ക്രിയേറ്റേഴ്സ് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ അവർക്ക് സ്റ്റിക്ക് ചെയ്യുന്ന 1-2 ഐഡിയ ഉണ്ടെങ്കിൽ അവർ ആ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യും. ഇപ്പോൾ ബൈ മീ കോഫി വരുന്ന 90% ഓഫ് ക്രിയേറ്റേഴ്സും ബൈ മീ കോഫി യൂസ് ചെയ്യാനുള്ള പ്രധാന കാരണം സിമ്പിളായിട്ട് അവരുടെ ഓഡിയൻസിന് പൈസ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ്. വിത്തൗട്ട് ക്രിയേറ്റിംഗ് ആൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇന്നാണെങ്കിലും ഇവിടെയുള്ള ആർക്കാണെങ്കിലും ബൈ മീ കോഫി പോയിട്ട് ഒരു ക്രിയേറ്ററിനെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ ജസ്റ്റ് 2 ക്ലിക്കിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഫ്രിക്ഷൻ ഞങ്ങൾ ഈസിയർ ആക്കിയതുകൊണ്ടാണ് ഇപ്പോഴും ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് വേണമെങ്കിൽ ലോങ് ഓൺ ബോർഡിങ് ഫ്ലോ ചെയ്യുന്നതൊക്കെ ആയിരുന്നു. പക്ഷേ ഇങ്ങനത്തെ കുറച്ച് പ്രിൻസിപ്പിൾസ് ഞങ്ങൾ എടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കോൺവെർസേഷനിൽ ഇങ്ങനെ നിങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഒക്കെ വരുവാണ്, 2 ഡിഫറെൻറ്റ് ഒപ്പീനിയൻ വരുവാണ്, ചേട്ടനും 2 ഡിഫറെൻറ്റ് ഒപ്പീനിയൻ വരുവാണെങ്കിൽ നിങ്ങൾ എങ്ങനെ അത് ബാലൻസ് ചെയ്ത് ഒരു ഡിസിഷനിലേക്ക് എത്തണേ? ഞങ്ങൾ 2 ഡിസൈനേഴ്സാണ്. അപ്പം മോർ ദാൻ എ കോൺഫ്ലിക്റ്റ് ഞങ്ങൾ ഈ സെയിം ഐഡിയയിൽ ബിലീവ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതേപോലെ പ്ലാറ്റ്ഫോം ഉണ്ടാവും, അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സിന് ഒരു വരുമാനം ഉണ്ടാക്കണം. ഞങ്ങളുടെ ഇനീഷ്യൽ ഞങ്ങളുടെ ഒരു ഇപ്പോഴുള്ള ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റ് ഉദ്ദേശിക്കുന്നത് ഡേ ടു ഡേ ഓപ്പറേഷനിലാണ്. ഇപ്പോൾ ഒരു ഫീച്ചർ ആഡ് ചെയ്യുന്ന കേസിലാകാം, അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന കേസിൽ കാര്യമാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഡേ ടു ഡേ ബിസിനസ്സിൽ ഒരു സ്ട്രാറ്റജിക് ഡിസിഷൻ എടുക്കണം. അപ്പോൾ ഒരു 2 പേര് 2 ഒപ്പീനിയൻ വരുന്നു, അല്ലെങ്കിൽ 2 പേർക്ക് 2 വ്യത്യസ്ത ഐഡിയകൾ. ക്രിയേറ്റേഴ്സ് ആകുമ്പോൾ ഒരു പ്രത്യേകത, 2 പേര് ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നു. നിങ്ങളുടെ 2 പേരുടെയും ക്രിയേറ്റീവ് സ്പേസ് എന്ന് പറയുന്നത് വളരെ യൂണീക്ക് ആയിരിക്കും അല്ലേ? അപ്പോൾ അതിലൊരു നിങ്ങളൊരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു എത്തിച്ചേരാൻ. അതെ, ഇങ്ങനത്തെ ഒരു കമ്പനി ഉണ്ടാക്കുമ്പം ഈ ഡിസിഷൻ മേക്കർ ഒരാളെ പാടുള്ളൂ. അപ്പോൾ അത് ഞങ്ങൾക്ക് വളരെ ക്ലിയർ ആയിരുന്നു സ്റ്റാർട്ടിങ് തന്നെ. അതെൻ്റെ ഞങ്ങളുടെ കേസിൽ അതെൻ്റെ ചേട്ടനാണ്. കാരണം ഞങ്ങൾ പല ആശയങ്ങളൊക്കെ വരികയാണെങ്കിലും ആദ്യം എൻ്റെ അത്തടെ ഹി ടേക്സ് ദ കോൾ. കാരണം നല്ല പ്രൊഡക്റ്റ് തിങ്കറാണ്, നല്ല കോണ്ടസ്റ്റ് ഉണ്ട്, ഈവൻ എന്നെക്കാളും നന്നായി കോണ്ടസ്റ്റ് ഉണ്ടാവും പല കാര്യങ്ങളിലും. അപ്പം ചേട്ടനാണ് എൻ്റെ എല്ലാ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാറുള്ളത്. ഇനി എനിക്ക് തോന്നുന്നു നമ്മൾ 30 minutes ആയി. കാരണം ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. നമ്മൾ ബൈ മീ കോഫി എന്നൊരു $40 million ഗ്രോസ് മർച്ചൻറ്റൈൽ വാല്യൂ, അതായത് ടോട്ടൽ ബിസിനസ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ $40 million എന്ന് പറയുന്നത് ഏകദേശം 400 കോടി രൂപ ഇന്ത്യൻ റുപ്പീസ് വരും. പക്ഷേ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ പ്രത്യേകിച്ചും, നമ്മൾ 1 കോടി രൂപയും 2 കോടി രൂപയൊക്കെ ബിസിനസ് ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകളെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അവർ കൾച്ചറുണ്ട്, അവരുടെ ഫൗണ്ടേഴ്സിനെ സെലിബ്രേറ്റ് ചെയ്യും, അവരുടെ PR എക്സസൈസ്, അവരുടെ റീൽസ്, അവരുടെ ലിങ്ക്ഡിൻ പോസ്റ്റുകൾ, ഫേസ്ബുക്ക് പോസ്റ്റുകൾ. പക്ഷേ ബൈ മീ കോഫി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഇതുവരെ എക്സ്പോസ് ചെയ്തിട്ടില്ല. കാരണം ഒരു ജോസഫ് ആസ് എ ഫൗണ്ടർ, അല്ലെങ്കിൽ ബോത്ത് ഓഫ് യു ആസ് എ ഫൗണ്ടർ ഒരിക്കലും അതിങ്ങനെ എക്സ്പോസ് ചെയ്തിട്ടില്ല. കാരണം അതിനെന്തെങ്കിലും റീസൺ ഉണ്ടോ? നിങ്ങളുടെ അടുത്തൊരു കോൺഷ്യസ് കോളാണോ? ഒന്നാമത് ഇവിടുത്തെ ആൾക്കാർക്ക് അത്ര അറിയത്തില്ല ബൈ മീ കോഫി എന്താണെന്നുള്ളതും. കാരണം ഇവിടെ ആ ഒരു കൾച്ചർ ഇല്ലല്ലോ. അപ്പം കൂടുതലും ഞങ്ങൾ ഈ ട്രാവൽ ചെയ്യുമ്പോഴാണ് ആൾക്കാരോട് കാഷ്വലി പറയുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുക, അവർക്ക് അതിൻ്റെ ഒരു വലിപ്പം മനസ്സിലാവുന്നത്.
ഇപ്പോൾ ഞങ്ങൾ തന്നെ ഈ UK US പോകുമ്പം കോഫി ഷോപ്പിൽ പോകുമ്പോൾ എന്താ ചെയ്യുന്നതെന്നൊക്കെ ക്യാഷിൽ ചോദിക്കുമ്പോൾ പറയാം ബൈ മീ കോഫി ഫൗണ്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവർ ആക്ച്വലി ഞെട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഴ്സ് ആണല്ലോ ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ആ ക്രിയേറ്റീവ് അവരൊരു ക്രിയേറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ അവർ ഈ പ്ലാറ്റ്ഫോം എവിടെയെങ്കിലും കാണും. പിന്നെ ഇവിടെ ഞങ്ങൾ അങ്ങനെ അഡ്വർടൈസ് ചെയ്യാറില്ല, കാരണം ഞങ്ങൾ കുറച്ചും കൂടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡിസൈനർ ഫസ്റ്റ് ഫൗണ്ടേഴ്സാണ് മോർ ദാൻ ഒരു പബ്ലിക് ഫേസിനേക്കാളും കൂടുതൽ. പിന്നെ ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ ചേട്ടനാണ് കൂടുതൽ പബ്ലിക് ഫേസ്, ഞാൻ വളരെ കുറവാണ്. അപ്പം അതൊരു ഡിസിഷനല്ല, മറിച്ച് അത് എന്താ പറയുക, അതൊരു ആ ഒരു ഫ്ലോയിൽ അങ്ങ് വരുന്നതാണ്. അപ്പം മേ ബി കമ്മിങ് ഇയേഴ്സിലൊക്കെ മേ ബി കുറച്ചും കൂടെ ഞങ്ങൾ ഔട്ട് ദെയർ ആവും, അങ്ങനെയാണ് വിചാരിക്കുന്നത്. താങ്ക് യു. ഇനി ഓഡിയൻസിൽ നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? കാരണം ഇത് വളരെ ഇൻസ്പിറേഷണൽ ആയ സ്റ്റോറിയാണ് അല്ലേ. നമ്മുടെ നാട്ടിൽ കാലിക്കറ്റ് എന്നുള്ള 2 പേര് അത് +2 വിദ്യാഭ്യാസം പൂർത്തിയായി Y കോമ്പിനേറ്ററിൽ സെലക്റ്റഡ് ആവുന്നു. അവിടെ നിന്ന് ഗ്ലോബലി സ്കെയിൽ ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോം, അത് ഒരു സബ്സ്റ്റാൻഷ്യൽ റവന്യൂയിലേക്ക് എത്തുന്നു. അങ്ങനൊരു പ്ലാറ്റ്ഫോം നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ നമുക്കറിയാം, ഞാൻ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിൽ ഈ വർഷം നമ്മൾ വളരെ വ്യത്യസ്തമായ ആശയങ്ങളെയും വ്യത്യസ്തമായ ഐഡിയകളെയും പ്രസൻറ്റ് ചെയ്യണമെന്നും നമുക്ക് പരിചിതമല്ലാത്ത ഫേസുകളെ കൊണ്ടുവരണമെന്നുമായിരുന്നു ഞങ്ങൾ ഈ വർഷം എടുത്തൊരു കോള്. ഇത് ഫെസ്റ്റിവൽ ഓഫ് ഇൻക്ലൂഷൻ, അത് പല രീതിയിലാകാം, ഓൺടർപ്രണർഷിപ്പ് മാത്രമല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ജോസഫിനോട് ഈ വർഷം മസ്റ്റായിട്ട് സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ വരാനും ഈ ഒരു സെഷൻ ചെയ്യാനും പറയാൻ കാരണം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഓഡിയൻസിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? Excuse me. Hi, my name's Isha. I actually know about Buy Me a Coffee. Like, many of my friends from the US have taken part and made tips to their favorite creators and stuff. But one thing I'd like to know, I know tipping culture is not huge in India, but obviously you'd want to bring it to India because that's where you're from and, you know, it's your big business idea. So what's something you do to bring tipping culture so that you can make Buy Me a Coffee a statement in India as well? റൈറ്റ്. സോ ഇന്ത്യയിൽ കൊണ്ടുവരുന്ന ഞങ്ങൾക്ക് അത്ര നിർബന്ധമൊന്നുമില്ല, കാരണം ആ കൾച്ചർ ഉള്ള സ്ഥലത്ത് പ്രൊമോട്ട് ചെയ്താൽ മതിയല്ലോ എന്നുള്ളതാണ്. പിന്നെ ക്രിയേറ്റേഴ്സിന് ഇവിടെ ഇന്ത്യയിലുള്ള ക്രിയേറ്റേഴ്സും ബൈ മീ കോഫി യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അവരുടെ ഓഡിയൻസിന് ഈ ഒരു കൾച്ചർ ടിപ്പിങ് ചെയ്യാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിന് കുറച്ച് പൈസ കൊടുക്കാം, സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കണമല്ലോ ഈ ക്യാഷ്. അപ്പോൾ അതിൻ്റെ ഒരു മടി ഇപ്പോഴും നാട്ടിലുണ്ടല്ലോ. അപ്പോൾ അത് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒരു 5 അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇവിടെ ഇന്ത്യയിലും ആ കൾച്ചർ വരും. ആ സമയത്ത് ബൈ മീ കോഫി ഫ്രണ്ട് ഫേസിങ് ആയിരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഗോള്. Thank you. താങ്ക് യു. നമുക്ക് ഇന്ത്യ വരുമ്പോൾ ഐ തിങ്ക് വി ക്യാൻ തിങ്ക് അബൌട്ട് മുझे ചായ ദീജിയെ എന്നല്ലേ, വി ക്യാൻ ലോക്കലൈസ് ചെയ്യാൻ കുറിച്ചല്ലേ. ഇനി എന്തെങ്കിലും ചോദ്യമുണ്ടോ? ഞാൻ കുറച്ചും കൂടി കോൺവെർസേഷൻ എക്സ്പെക്ട് ചെയ്യുക, കാരണം ഇത് ഒരു ഇൻട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി. കാരണം ഇത്രയും ഇൻസ്പിറേഷണൽ ആയൊരു സ്റ്റോറി എനിക്ക് തോന്നുന്നു. ഞാൻ ഒത്തിരി ഫൗണ്ടേഴ്സുമായിട്ട് ഡേ ടു ഡേ ഇൻട്രാക്ട് ചെയ്യുന്ന ആളാണ്. എന്നെ ടച്ച് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്പിറേഷണൽ ആയ സ്റ്റോറിയാണ് ഈ സ്റ്റോറി, ബൈ മീ കോഫിയുടെ സ്റ്റോറി. അപ്പോൾ നിങ്ങൾ ആർക്കും ഇല്ലേ ഒന്നും ചോദിക്കുക? Thank you for narrating your inspiring story. ഈ Y കോമ്പിനേറ്റർ പോലെ എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ടു ക്രാക്ക് ആയിട്ടുള്ള ഒരു ഫണ്ടിങ് പ്ലാറ്റ്ഫോമിൽ സാധാരണ അവർ എന്തൊക്കെയാണ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഉണ്ടാവും? വെദർ ഇറ്റ്സ് എ ടെക്നോളജി ഓർ നോവൽറ്റി ഓഫ് ഐഡിയ, സ്കെയിലബിലിറ്റി, എന്താണ് സാധാരണ ഒരു ഇവാലുവേറ്റ് ചെയ്യാറ്? വൈസ് കൂടുതൽ ബെറ്റ് ചെയ്യുന്ന ഫൗണ്ടേഴ്സിലാണ്. അപ്പം ഞങ്ങൾ ഈവന്തോ കുറേ പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് അവരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ വൺസ് കണക്ട് ചെയ്തപ്പം ഞങ്ങൾ മാക്സിമം ശ്രമിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അവരായിട്ടൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമ്മുടെ ഐഡിയാസ് അല്ലെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കുറച്ച് അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആശയം ഉണ്ടായിരുന്നു. അപ്പം ഈ വൈസിയിൽ മോർ ദാൻ ദ പ്രൊഡക്റ്റ് അവർ ബെറ്റ് ചെയ്യുക ഫൗണ്ടേഴ്സിലായിരിക്കും. ആൻഡ് ഇനിയിപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും ഇപ്പം കേരളത്തിലാണെങ്കിലും കുറേ പേര് ഇപ്പോൾ വൈസി അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിലും ലെസ് ദാൻ 1% ആക്സെപ്റ്റൻസ് ഉള്ളൂ വൈസിയിൽ. അപ്പോൾ ഞങ്ങൾക്കൊരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഇവിടുത്തെ റേസർ പേൻ്റെ CEO, അതേപോലെ സ്ട്രൈപ്പിൻ്റെ CEO, അങ്ങനത്തെ കുറച്ച് പേരും കൂടെ നമ്മുടെ ആ സമയത്ത് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അതും കൂടെ ഒരു രീതിയിൽ ഞങ്ങൾക്ക് ഭാഗ്യമായി. ഇപ്പം മോർ ലൈക്ക് ഫൗണ്ടേഴ്സിനെയാണ് കൂടുതലും അവർ ബെറ്റ് ചെയ്യുക.
അങ്ങനെയാണ് എല്ലാം നല്ല പ്രോഡക്റ്റ് ഉണ്ടായിട്ടുള്ളത്. കമ്പനിയെ പറ്റിയതിനേക്കാളും കൂടുതൽ ഫൗണ്ടേഴ്സിനോടായിരിക്കും അവർ കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടാവുക. I think that's the one of the takeaways. We invest on people, rather than business. We invest on people and founders. അതെ, തീർച്ചയായിട്ടും. ഹായ്. ഞാനിത് നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചപ്പോൾ തൊട്ട് ചോദിക്കണമെന്ന് വിചാരിച്ചൊരു ചോദ്യമാണ്. ആ ഒരു ബയോയുടെ കാര്യം വന്നപ്പോഴേ എന്നോട് പറഞ്ഞു ഡിഗ്രി എഴുതണ്ട എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലുള്ളൊരു ചോദ്യമായിരുന്നു. ഇപ്പോൾ പൊതുവേ നമ്മുടെ കേരളത്തിലെ പാരൻസ് എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസത്തിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു ഡിഗ്രിയെങ്കിലും ആയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറയുന്ന പാരൻസാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ഈ ഒരു എന്നെക്കൊണ്ടിത് പറ്റില്ല എന്ന് പറയുന്ന ഒരു സമയത്ത് വീട്ടിൽ നിന്ന് എങ്ങനെയായിരുന്നു അത്? ഓക്കെ, നിങ്ങൾ മുന്നോട്ട് പൊക്കോളൂ എന്നൊരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അത്രയും എങ്ങനെയായിരുന്നു ആ ഒരു ടൈം? ഞാൻ ഈ ഒരു ഡിസിഷൻ എടുക്കുകയാണ്, ദിസ് ഇസ് ഗോണ ബി ദ മേജർ ഡിസിഷൻ ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്ന ഒരു മൊമെന്റിൽ അതെങ്ങനെയായിരുന്നു അതിനെയൊക്കെ ടാക്കിൾ ചെയ്ത് പോയത്? റൈറ്റ്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഈ ചെറിയ രീതിയിലുള്ള ഒരു ഓൺലൈൻ ഇൻകം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആ സമയത്ത് ചെയ്തൊരു കാര്യമായിരുന്നു, കേരളത്തിലും ഇന്ത്യയിലുള്ള എല്ലാ SSLC റിസൾട്ട്സിൻ്റെ വെബ്സൈറ്റും ഞങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ട് കറക്റ്റ് SSLCൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് പബ്ലിഷ് ചെയ്യുക. SSLC റിസൾട്ട് സൈറ്റിനേക്കാളും മുകളിൽ ഞങ്ങൾ ഉണ്ടാവുക. സോ ദാറ്റ് അപ്പം കേരള SSLC റിസൾട്ട്, കർണാടക, അതേപോലെ എല്ലാ വെബ്സൈറ്റിൻ്റെ മുകളിൽ ഞങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഞങ്ങൾക്ക് SEOയിൽ നല്ല കഴിവാണ്. അപ്പം SEOയിൽ ഞങ്ങൾ ആ സമയത്ത് കുറേ അൽഗോരിതം ഹാക്ക് ചെയ്ത് ഞങ്ങൾ ഫസ്റ്റ് എത്തിക്കാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ കേരള SSLC റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പം കേരള SSLCൻ്റെ മെയിൻ ഒഫീഷ്യൽ വെബ്സൈറ്റിനേക്കാളും മുകളിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ആയിരുന്നു. ഒരു 8-9 ലക്ഷം യൂസേഴ്സ് ഒറ്റയടിക്ക് ഞങ്ങളുടെ ആ ഒരു വെബ്സൈറ്റിൽ പോയി കയറി. അവിടുന്ന് ഞങ്ങൾക്ക് ഗൂഗിൾ ആഡ്സ് കിട്ടി. അപ്പോൾ അങ്ങനെയാണ് ഒരു സ്റ്റാർട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ചെക്ക്, അപ്പോൾ ആദ്യത്തെ ചെക്ക് ഞങ്ങൾക്ക് $2 എൻ്റെ ആദ്യത്തെ ചെക്ക്, പിന്നത്തെ ചെക്ക് $10, $200, $1000. അപ്പോൾ അങ്ങനെ വന്നപ്പം വീട്ടിൽ മമ്മിക്കാണെങ്കിലും പപ്പയ്ക്കാണെങ്കിലും മനസ്സിലായി ഇവർ ചെറിയ രീതിയിൽ തുടങ്ങുന്നുണ്ട്. അപ്പം ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്ന ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക, ഓൺലൈനിൽ എന്തോ തരികട പരിപാടിയാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഈവൻ അവിടുത്തെ ഒരു പള്ളിയിലൊരു ലൈക്ക് സിസ്റ്റർ പറഞ്ഞു, ഓൺലൈനിലൊന്നും ചെയ്യരുത്, ചെയ്ത് കഴിഞ്ഞാൽ അത് കേസാവും. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ കുമ്പസാരിക്കാനൊക്കെ പോയപ്പം. അപ്പോൾ എനിക്കത് മമ്മി പറഞ്ഞു വിട്ടാൽ തോന്നുന്നുണ്ട്. എനിവേ ഞങ്ങളിങ്ങനെ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. അല്ല, എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും. പറഞ്ഞു ഞാൻ ഓൺലൈനിൽ ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാന്ന് പറയും. ഇപ്പോൾ ഓൺലൈൻ പൈസ ഉണ്ടാക്കുന്ന പരിപാടി ആ സമയത്ത് എന്തെങ്കിലും ഉടായ്പായിരിക്കുമല്ലോ. അപ്പോൾ അതാരും വിചാരിച്ചോണ്ടിരുന്നത്. അപ്പോൾ ഞാൻ മമ്മിയോടും പറഞ്ഞു, ഇത് ശരിക്കുള്ള രീതിയിലാണ് നമ്മൾ പൈസ ഉണ്ടാക്കുന്നത്, അല്ലാണ്ട് ഒരു കള്ളത്ത് തട്ടിപ്പൊന്നും ഇല്ല ഇതിനകത്ത്. അപ്പം അങ്ങനെ അവരെ വിശ്വസിപ്പിച്ച് പിന്നെ ഇവർക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ചെക്കൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ഇവർക്ക് ആ ഒരു ഇത് കിട്ടിയത്. എന്നാൽ പോലും ഡിഗ്രിക്ക് പോകണം നിർബന്ധമായിരുന്നു എനിക്ക്. ചേട്ടനാണെങ്കിലും ഡിഗ്രിക്ക് എന്തായാലും പോകണം എന്നുള്ളായിരുന്നു. പക്ഷെ ഡിഗ്രിക്ക് പോയ സമയത്ത് തന്നെ ഞങ്ങൾ കോഴിക്കോട് ഹൈലൈറ്റ് ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്ത് അവിടുത്തെ പ്രശ്നങ്ങൾ മമ്മിയും കൂടെ കണ്ടപ്പോൾ, അല്ലെങ്കിൽ പപ്പയും കൂടെ കണ്ടപ്പോൾ ആണ് മനസ്സിലായത് ഇത് ഒന്നിലിരിക്കണം, രണ്ടും കൂടെ പോയി കഴിഞ്ഞാൽ ഇതിൽ ബിസിനസ് പോകത്തില്ല എന്ന് മനസ്സിലായപ്പം ഞങ്ങളങ്ങ് തീരുമാനിക്കുകയായിരുന്നു ഇത് വേണ്ട, ഒഴിവാക്കുക എന്നുള്ള കാര്യം. എനിക്ക് തോന്നുന്നു നമുക്കിത് സെഷൻ നിർത്താൻ മോനെ ജോസഫ് ഒരു റിക്വസ്റ്റ് ഉണ്ട്, ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് ഒന്ന് ഹാക്ക് ചെയ്യരുത്. തീർച്ചയായിട്ടും. അതുപോലെ ബിഫോർ എനിത്തിങ് താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. ജെയിന് ഇവിടെ ഞാൻ കഴിഞ്ഞൊരു മാസം പോകുന്ന ആ മാസം തൊട്ട് ഇന്നിവിടെ കൊച്ചി എത്തിയപ്പോൾ തൊട്ട് എല്ലാ ജംഗ്ഷനിലും ജെയിൻ്റെ ബോർഡും അഡ്വർടൈസ്മെൻറ്റും എല്ലാം ഉണ്ട്. അത് മാത്രമല്ല ഇവിടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ലൈക്ക് AI, ഇന്നലെ കാർ ഷോ, ഇന്നലെ ഈവനിങ്ങുള്ള പരിപാടി എല്ലാം ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. കാരണം ഇവിടെയുള്ള ആൾക്കാർ കിഡ്സ് ഇതേപോലത്തെ ഒരു എക്സ്പോഷറിൽ കിട്ടുന്നത് വളരെ റെയറാണ്. അപ്പം അത് കണ്ടെത്തിയതിന് താങ്ക് യു സോ മച്ച്. ലൈക്ക് ഇത് വളരെ വലിയൊരു മെസ്സേജാണ് എല്ലാവർക്കും ഉള്ളത്. താങ്ക് യു.